ഈ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും ഇൻറ്റൻസ് ആയിട്ട് ഒരുപാട് സീൻസും ആയതുകൊണ്ട് ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ചില സമയത്ത് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. ദ ക്രാഫ്റ്റ് ഓഫ് റൈറ്റിംഗ് ഫിഗർ ഔട്ട് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു സമയത്താണ്. അപ്പോൾ ഇത് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും വാശിയും ഉണ്ടായിരുന്നു. പാർവതി ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന കാരണം നമുക്ക് ചിലപ്പം പാർവതി നോക്കേണ്ടി പോലും ആവശ്യം വരില്ല. ഇവർ രണ്ടുപേരും ഒരു ഡ്രീം കാസ്റ്റ് ആണ് ഈ ഫിലിമിൽ. നമുക്കതിനെക്കാട്ടി നന്നായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ഇമോഷൻ വർക്കാവുന്നില്ല എന്നുള്ളത്. അങ്ങനെ നല്ല ഭയങ്കര സെൻസുള്ള ആളാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മ്യൂസിക്കിനെ പറ്റി മാത്രമല്ല, ഒരു ഫിലിമിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാര്യത്തിൽ എഡിറ്റിങ്ങിലൊക്കെ സുഷിന് ഭയങ്കര താല്പര്യമാണ്. ഇപ്പം പുതിയ വന്നൊരു പ്രോജക്റ്റും ഡിസ്കഷൻ നടക്കുന്ന ഒരു പ്രോജക്റ്റിനകത്തും ഒരു ഫീമെയിൽ ലീഡാണ്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊരു കൃത്യമായിട്ടൊരു ഉത്തരവില്ല. നമസ്കാരം. ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. വെൽക്കം. താങ്ക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എ ഹ്യൂജ് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. കാരണം ഉള്ളൊഴുക്ക് അത്രയും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്, എല്ലാം ഉണ്ട്. സോ ഫസ്റ്റ് ഞാൻ ബേസിക്കിൽ തന്നെ തുടങ്ങാം. ഇങ്ങനെയൊരു സക്സസ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നോ? ഇല്ല, ഇത്രയും വലിയൊരു റെസ്പോൺസ് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മളാരും. ഒന്ന്, ഇതൊരു ഫീമെയിൽ ലെഡ് പ്രോജക്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോജക്ട്സിന് ഇത്രയും വലിയ ഓപ്പണിങ് കിട്ടുക സാധാരണമല്ല. രണ്ട്, കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. ഓഡിയൻസിനെ ഫ്രം ബിഗിനിങ് ടു എൻഡ് എൻഗേജ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളത് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു സീരിയസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് കൂടി നമുക്ക് എത്രത്തോളം ഓപ്പണിങ് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് ഇത്രയും നല്ലൊരു ഓപ്പണിങ് ഈ വീക്കെൻഡിൽ കിട്ടിയത്. ശരിക്കും ഈ സ്റ്റോറി നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരുപാട് കോംപ്ലക്സ് അല്ല, പക്ഷേ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. ഒരു ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ പോകുന്ന ഒരു സ്റ്റോറി. എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അവരുടേതായ ഒരു സർക്കംസ്റ്റാൻസസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ സ്റ്റോറി ബിൽഡ് ചെയ്തത് എങ്ങനെയാണ്? കഥയിലേക്ക് വന്ന വഴി മറ്റുമൊക്കെ? കഥയിലേക്ക് വന്ന വഴി എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ കുട്ടനാട്ടിലാണ് എൻ്റെ അമ്മ വീട്. എല്ലാ വെക്കേഷനും അവിടെ പോവുമായിരുന്നു. അപ്പം അവിടെ എല്ലാ വർഷവും വെള്ളം പൊങ്ങും. അതൊരു സാധാരണ സംഭവമാണ്. മലയാളികൾക്ക് ശരിക്കും വെള്ളപ്പൊക്കം മനസ്സിലായത് 2018 ശേഷമാണെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലം മൊത്തം ഈ വെള്ളപ്പൊക്കം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു വെള്ളപ്പൊക്കത്തിൽ 2005 എൻ്റെ അച്ചാച്ചൻ ഗ്രാൻഡ് ഫാദർ മരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് കുറേ ദിവസം അടക്കിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓൾമോസ്റ്റ് ഒരു 8-9 ഡേയ്സ്. അതിന് ശേഷമാണ് അടക്കാൻ പറ്റിയത്. പിന്നെ ഞാൻ സിനിമ ചെയ്യണമെന്ന് ആലോചിച്ച സമയത്ത് ഇത് എന്നെ വളരെയധികം ഹോണ്ട് ചെയ്തൊരു ഇമേജാണ്. ഇങ്ങനെ ഒരു ഫാമിലി ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഒരു വീട്ടിൽ അവരുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ആളുടെ ബോഡിയായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു അവസ്ഥ എന്നെ വളരെയധികം ഹോണ്ട് ചെയ്തു. ആ ഒരു ഇമേജും ആ ഒരു ഐഡിയയും. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ സമയത്ത് നമ്മൾ ഫസ്റ്റ് സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ ഇതായിരിക്കണം സിനിമ എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2016 ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ടായി വന്നതിന് ശേഷം എഴുതാൻ തുടങ്ങിയതും ഈ ഒരു പ്രമൈസ് വെച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഇങ്ങനെയാണത് തുടങ്ങുന്നത്. ഈ പ്രമൈസ് ഓക്കെ. അപ്പോൾ ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഈ ഉർവശിയുടെയും പാർവതിയുടെയും അവർ കൺസിസ്റ്റൻ്റ്ലി അവർ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തതും അതെങ്ങനെയാണ്? കഥ ആലോചിച്ച് തുടങ്ങിയ സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കുക ആർക്കായിരിക്കും അല്ലെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ കഥയുടെ ഒരു തോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീക്കായിരിക്കോ പുരുഷനായിരിക്കോ കൂടുതൽ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറ്റ് സ്റ്റേക്ക് ആർക്കായിരിക്കുമെന്ന് ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. ചില സിനിമകൾ ആ ചോദ്യത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചില സിനിമയിൽ നമ്മളങ്ങനെ കഥയിൽ നമ്മളങ്ങനെ ചോദിക്കും. അങ്ങനെ ഇതിൽ ചോദിച്ചപ്പോൾ സ്ത്രീ എന്നുള്ളതായിരുന്നു ഉത്തരം. അങ്ങനെയാണ് നമ്മൾ ആ വുമൺ ക്യാരക്ടേഴ്സിലേക്ക് വന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു വുമൺ ക്യാരക്ടേഴ്സ് അല്ല, അതിനകത്ത് ഒരുപാട് വുമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. സെൻട്രലിൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകളുടെ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അതൊക്കെ ആ എഴുത്തിൻ്റെ സമയത്ത് ഇവോൾവായി വന്ന കാര്യങ്ങളാണ്. പക്ഷേ ആദ്യം തൊട്ടേ എനിക്ക് തോന്നുന്നു ക്യാരക്ടേഴ്സൊക്കെ ഈ ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു ആദ്യം തൊട്ടേ. അല്ലാതെ അതിനകത്തൊരു വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ചില കാര്യങ്ങൾ സംഭവിച്ചു പോവാണല്ലോ, നമ്മൾ തന്നെ അതിനെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ചിട്ടായിരിക്കില്ല പല കാര്യങ്ങളും എഴുത്തിലേക്ക് വരിക. അപ്പം കുറേയൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ സംഭവിച്ചു പോയതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ആ പ്രോസസ്സിൽ ഇവോൾവ് ചെയ്ത് വന്നു. ചില കാര്യങ്ങളൊക്കെ ഓഫ് കോഴ്സ് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാകാം.
ഈ ഉർവശിയുടെ ഒക്കെ ഒരു ക്യാരക്ടറൊക്കെ ഇങ്ങനെ പർപ്പസ്ഫുള്ളി എഴുതിയ ഒരു എഴുത്തായിരുന്നോ? അല്ല, എല്ലാ ക്യാരക്ടേഴ്സ് എഴുതുമ്പോഴും ചലഞ്ചിങ് ആണ്. നമ്മളിപ്പം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് ക്യാരക്ടർ ആണെങ്കിലും അത് എഴുതുന്നത് ചലഞ്ചിങ് ആണ്. കാരണം വേറൊരാളുടെ POV നമ്മൾ കാര്യങ്ങൾ കാണാനാണ് ശ്രമിക്കുന്നത്. ചേച്ചിയുടെ ക്യാരക്ടർ, ഉർവശി ചെയ്ത ക്യാരക്ടറും വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ഒരു മനസ്സിലൂടെ കടന്നു പോവുക വളരെ പാടുള്ളൊരു കാര്യമാണ്. അത് കുറേ നാളത്തെ എഴുത്തിൻ്റെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ്. ഈ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുക, ഈ ക്യാരക്ടറിന് എന്തായിരിക്കും വേണ്ടത്, ഈ ക്യാരക്ടറിന് എന്തായിരിക്കും ഈ ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യുക, എന്തായിരിക്കും ഈ ക്യാരക്ടറുടെ ഒരു വേൾഡ് വിഷൻ എന്നുള്ളത്. അതൊക്കെ നമ്മൾ വളർന്ന ഒരു സമയത്ത് നമ്മൾ ചുറ്റും കണ്ട കുടുംബത്തിലെയും പുറത്തുമൊക്കെയുള്ള കുറേ സ്ത്രീകളുടെ ഒക്കെ ഷെയ്ഡ്സും ലെയേഴ്സും ഒക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരു പർട്ടിക്കുലർ ആളെ നമുക്ക് ഫുള്ളായിട്ട് മോഡൽ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരും. അപ്പം ചില സമയത്ത് നമ്മൾ കഥയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ചിലപ്പം ക്യാരക്ടേഴ്സിനെ നമ്മൾ ചില തരത്തിൽ ഡിസൈൻ ചെയ്യേണ്ടി വരും. ചിലപ്പം ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് കഥ ഒരു പ്രത്യേക തരത്തിൽ മുന്നോട്ട് പോകും. അങ്ങനെയൊക്കെയുള്ള ഈ ഒരു ഓവർ ദി ഇയേഴ്സ്, എനിക്കൊന്ന് 16 എഴുതാൻ തുടങ്ങിയിട്ട് ഞാൻ ഫൈനലി 22 മിഡിൽ ഒക്കെ കഴിയുമ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നാളും ഈ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് പോലും ഓക്കെ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടില്ല. അത് ആക്ടേഴ്സ് വന്ന സമയത്ത് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് ലാബിൽ പോയിരുന്നു, NFDC US ഒരു ഗ്ലോബൽ മീഡിയ മേക്കേഴ്സ് കൊണ്ടൊരു പ്രോഗ്രാം, അതും ഒരു സ്ക്രിപ്റ്റ് മെൻറ്ററിങ് പ്രോഗ്രാമിന് പോയിരുന്നു. അങ്ങനെ ഒരുപാട് റീറൈറ്റ്സിൽ കൂടെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു ഫോമിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ ഉർവശിയുടെ ക്യാരക്ടറിനെ ഞാൻ സ്ട്രെസ് ചെയ്ത് ചോദിക്കുകയാണ്. ബിക്കോസ് ആ ക്യാരക്ടർ പടത്തിന് അത്രയും ലീഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു ഭാഗത്ത് അപ്പാവുന്നു, ഒരു കുറച്ച് കഴിഞ്ഞാൽ ഡൗൺ ആവുന്നു, വീണ്ടും ഒന്ന് മൈൽഡ് ആവുന്നു. ഇങ്ങനെ പലതരം ഒരു ഹാർമണി ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ എഴുതുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് സ്റ്റോപ്പായിട്ടോ അല്ലെങ്കിൽ ഇത് വേണ്ട ഇന്ന രീതിയിൽ പോവാം, അപ്പം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ കാണുന്ന ഫോമിൽ അത് എത്തിക്കാൻ ഒരുപാട് റീറൈറ്റുകളുടെ ആവശ്യമുണ്ടായിട്ടുണ്ട്. അപ്പം ചില സമയത്ത് നമ്മൾ സ്റ്റക്കായിട്ടുണ്ട്, ചില സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ക്യാരക്ടേഴ്സിന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്, പിടികിട്ടുന്നില്ല എന്നുള്ളത്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ തോന്നിയ ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീണ്ടും അതിൽ തന്നെ റീവർക്ക് ചെയ്ത് റീറൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് എത്തുന്നത്. കാരണം നമുക്ക് അവരെ മനസ്സിലാക്കണം. നമ്മളുടെയൊക്കെ സിറ്റുവേഷനിൽ നിന്ന് വളരെ വേറെ സിറ്റുവേഷൻ നിൽക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് ട്രിക്കി ആയിരുന്നു എഴുതാനും. ബിക്കോസ് ഒരു ഗ്രീഫിൽ നിൽക്കുന്ന ഒരാളാണ്. നമ്മളൊരു സാധാരണ സിറ്റുവേഷൻ നിന്നിട്ടൊരു കാര്യത്തിനോട് റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു ഗ്രീഫിൽ നിന്നിട്ട്, എന്ന് വെച്ചാൽ ഒരു മരണം നടന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്രീഫിൽ നിന്നിട്ട് ഒരു കാര്യത്തോട് റിയാക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അങ്ങനെ ഒക്കെ എങ്ങനെ ആയിരിക്കാം ലീലാമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓരോ സിറ്റുവേഷനും റിയാക്ട് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ചേച്ചി വന്നതിന് ശേഷം, ഒരു ചേച്ചി ക്യാരക്ടർ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് അത് ഓൺ ബോർഡ് വന്നതിന് ശേഷം ഞാൻ ചെന്നൈ പോയി ചേച്ചിയുടെ കൂടെ ഇരുന്ന് ഒരുപാട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊരു കോൺസ്റ്റൻ്റ് ഇവോൾവിങ് പ്രോസസ്സാണ്. ഈവൻ ഫൈനൽ എഡിറ്റിൻ്റെ സമയത്തും വേണ്ടാന്ന് വെച്ച ഡയലോഗുകൾ ഉണ്ടായിട്ടുണ്ട്. എഡിറ്റിൻ്റെ സമയത്തും നമ്മൾ ഡിസൈഡ് ചെയ്യുവാണല്ലോ എത്ര വേണം എത്ര വേണ്ട എന്നുള്ളതൊക്കെ, എത്ര നേരം നോക്കണം എത്ര നേരം നോക്കണ്ട എന്നുള്ളതൊക്കെ കുറേയൊക്കെ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ സമയത്തും ചോയ്സസ് എടുക്കാറുണ്ട്. സൗണ്ട് ഡിസൈനിൻ്റെ സമയത്തും നമ്മൾ ഡയലോഗ്സ് ആഡ് ചെയ്യാറുണ്ട്. ഇത് ആവശ്യമുണ്ട്, ഇതുകൂടെ ഡയലോഗ് വന്നൊന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പ്രോസസ് ഓഫ് റൈറ്റിംഗ് കോൺസ്റ്റൻ്റ്ലി റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഉർവശി ചേച്ചി ശരിക്കും ഈ കഥ കേട്ട് ഫസ്റ്റ് ഒരു ഒപ്പീനിയൻ എന്തായിരുന്നു ഉർവശി ചേച്ചിയുടെ? കഥ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനങ്ങനെ ഫുൾ സ്ക്രീൻ പ്ലേ മൊത്തം പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ കഥയുടെ ഒരു ക്രക്സ് പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സ്ക്രിപ്റ്റ് എത്തിച്ചു കൊടുത്തു. അത് വായിച്ചിട്ടും ചേച്ചിക്ക് കഥ വളരെ ഇഷ്ടമായിരുന്നു. അതിനുശേഷം കുറച്ച് സമയമെടുത്ത് നമ്മൾ ഷൂട്ടിങ്ങിലേക്ക് എത്താനായിട്ട്, കോവിഡും പിന്നെ വേറെ ചില കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചേച്ചി എനിക്ക് തോന്നുന്നു
ചില സമയത്ത് ഈ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും ഇൻറ്റൻസ് ആയിട്ട് ഒരുപാട് സീൻസും ആയതുകൊണ്ട് ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ചില സമയത്ത് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ അതർവൈസ് വളരെ നന്നായിട്ട് തന്നെയാണ് ചേച്ചി കഥയോട് റിയാക്ട് ചെയ്തത്. നമ്മളിപ്പോൾ ഈ സ്റ്റോറി എഴുതുന്ന സമയത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ആലോചിക്കായിരുന്നു നമുക്ക് 2 തരത്തിൽ കഥ എഴുതാം. ആസ് എ ഡയറക്ടർ, പിന്നെ ആസ് എ പ്രേക്ഷകൻ, ഒരു കാണി എന്ന രീതിയിൽ. ശരിക്കും ഈ കഥ ഇവോൾവ് ചെയ്യുമ്പോൾ ഈ ഡയറക്ടറായിട്ട് എഴുതുന്നതും ഒരു പ്രേക്ഷകനായിട്ട് എഴുതുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് കഥയെ? ഇല്ല, നമ്മളെപ്പോഴും അത് എഴുതുമ്പം ഏത് സമയത്താണെങ്കിലും ഫിലിം മേക്കിൻ്റെ ഏത് സമയത്താണെങ്കിലും ഒരു ഓഡിയൻസ് എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാകും. ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓഡിയൻസ് ഞാൻ തന്നെ ആയിരിക്കും, അല്ലെ നമ്മൾ തന്നെ ആയിരിക്കും. അതിൻ്റെ കൂടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ റൈറ്റർ ഞാൻ തന്നെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഓഡിയൻസ് എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ ആസ് എ ഡയറക്ടർ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഓഫ് കോഴ്സ് ഇതെങ്ങനെ ചെയ്യാം, ഈ സീൻ ഇങ്ങനെ വന്നാൽ എനിക്ക് നന്നായി ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് മാക്സിമം ആ ഡയറക്ടർ ഹാറ്റ് മാറ്റി വെച്ചിട്ടൊരു ആസ് എ റൈറ്റർ മാത്രമായിട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ പലപ്പോഴും ചിലപ്പോൾ നമുക്കത് പറ്റാറില്ല. കാരണം നമ്മൾ ചില സീൻസ് എഴുതിയിട്ട് വിചാരിക്കുന്നത് ഇതെങ്ങനെ ഡയറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വന്നാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് ഓഡിയൻസിന് ഈ സീൻ്റെ ഒരു ഇമോഷൻ കിട്ടുന്നുണ്ടോ, ഓഡിയൻസിന് ഈ സീൻ എൻഗേജിങ് ആയിട്ട് തോന്നുന്നുണ്ടോ, എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഓഡിയൻസും നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾ തന്നെയാണല്ലോ ഓക്കെ ഇത് എക്സൈറ്റിംഗ് ആണ്, നമുക്ക് തന്നെ എക്സൈറ്റിംഗ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കും ഓക്കെ ഇത് ഓഡിയൻസിന് എക്സൈറ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കഥയുടെ കാര്യം പറയുമ്പോൾ തന്നെ അത്രയേറെ വുമൺ സെൻട്രിക് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി എല്ലാമാണ്. ആ ഒരു പ്ലോട്ട് അങ്ങനെയാണ്, എല്ലാം മേക്കിങ്ങും എല്ലാം അങ്ങനെയാണ്. ശരിക്കും ഒരുപാട് സ്റ്റഡി വേണ്ട ഒരു സംഭവം കൂടിയാണ്. ഇപ്പോൾ താങ്കൾ തന്നെ മുമ്പ് പറഞ്ഞു ഇച്ചിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്, എല്ലാവരെയും പഠിക്കണം മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും ഒരുപാട് ഇമോഷൻസ് ഈ 2 സ്ത്രീകളിലൂടെ ഈ സിനിമയിൽ കടന്നു പോവാണ്. സോ അത്രയും ഇമോഷൻസിനെ എങ്ങനെയാണത് പഠിച്ച് കൃത്യമായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റിയത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റൈറ്റിംഗ് പ്രോസസ്സിൽ വന്നൊരു കാര്യമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയല്ല, നമ്മൾ വീണ്ടും അത് റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലും നമ്മൾ ഈ പറഞ്ഞ ചലഞ്ചസ് അഡ്രസ്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കണ്ട് മറന്ന ഒരുപാട് സ്ത്രീകളിൽ നിന്നുള്ള ഷെയ്ഡ്സും ലെയേഴ്സും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അവരുടെ ചില ക്യാരക്ടർ ട്രേറ്റ്സ് ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് നമ്മൾ അത് ജീവിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ ഒരു ഒബ്സർവേഷനിലൂടെ മനസ്സിലാകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ക്യാരക്ടേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ലാബുകളിലും മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലൊക്കെ പോകുമ്പം നമ്മളൊരു ക്യാരക്ടറിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പഠിക്കും കുറേയൊക്കെ. ആദ്യം എഴുതുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഫ്ലാറ്റായിട്ട് എഴുതുന്നുണ്ടാവാം. പക്ഷേ പിന്നെ ഈ പ്രോസസ്സിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ നമ്മൾ ഓരോ സമയത്തും ഓരോ സീൻ എഴുതുമ്പോഴും ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇമോഷണൽ ട്രൂത്ത് എന്താണെന്ന് ഉള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ആ സീൻ സത്യസന്ധമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് വരുത്താൻ ശ്രമിക്കാറുണ്ട് എഴുത്തിൻ്റെ ഒരു പ്രോസസ്സിൽ. ഫോർ എക്സാമ്പിൾ ഒരു സംസാരം നടക്കുമ്പോൾ നമുക്ക് ദേഷ്യപ്പെടാം. നമുക്ക് ഇപ്പം ഒരു ക്യാരക്ടറിന് വേറൊരു ക്യാരക്ടർ ഈ മുറി വിട്ട് പോകണമെങ്കിൽ നമുക്ക് 2-3 തരത്തിൽ നമുക്കത് ചെയ്യാം. ഒരുപക്ഷെ ഡോറ് അടച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് വഴക്കുണ്ടാക്കാം, അല്ലെങ്കിൽ കരഞ്ഞിട്ട് പോകല്ലേ എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാം. അവ എന്ത് ഉപയോഗിച്ചിട്ടാണ് ആ ക്യാരക്ടർ ആ വേണ്ട കാര്യം നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ആസ് എ റൈറ്റർ നമ്മൾ പലപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് ഓഫ് കോഴ്സ് അവരുടെ ക്യാരക്ടറിനെയും അവരുടെ ആർക്കിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു റൈറ്റിംഗ്, ഈ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സമയത്ത് നമ്മളങ്ങനെ റൈറ്റിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് ഒരിക്കലും അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മൾ കുറച്ചുകൂടെ ടെക്നിക്കൽ കാര്യങ്ങൾക്കാണ് പലപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. റൈറ്റിങ്ങിനും ഡയറക്ഷനും എപ്പോഴും കുറച്ച് പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പം തെറ്റായിരിക്കും, എൻ്റെ ജസ്റ്റ് ഒരു POV പറഞ്ഞാണ്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്താണ് നമ്മൾ ഈ റൈറ്റിംഗ് ദ ക്രാഫ്റ്റ് ഓഫ് റൈറ്റിംഗ് ഫിഗർ ഔട്ട് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു സമയത്താണ്. അപ്പോൾ ഇത് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും വാശിയും ഉണ്ടായിരുന്നു.
അപ്പം ഒരുപാട് ഈ റൈറ്റിങ്ങിൻ്റെ ക്രാഫ്റ്റിനെ പറ്റിയുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ പാരലലി എഴുതുന്ന സമയത്ത് ചെയ്തിരുന്നു. ഒരുപാട് വീഡിയോസ് കേൾക്കും, ഒരുപാട് നല്ല റൈറ്റേഴ്സ് അതിനെപ്പറ്റി പറഞ്ഞ ടോക്സ് കേൾക്കും. അപ്പം പിന്നെ ഇതൊരു ക്രാഫ്റ്റ് ആണല്ലോ, ബേസിക്കലി സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഒരു ക്രാഫ്റ്റാണ്. അപ്പം അതിൽ എത്രത്തോളം നമുക്ക് മാസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അതിനെപ്പറ്റി അത് നമുക്ക് വഴങ്ങുന്നതനുസരിച്ച് നമ്മുടെ ജോലികൾ പലപ്പോഴും എളുപ്പമാകും. പിന്നെ എനിക്ക് തോന്നിയത്, എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യം, ഈ ഒരു കുറച്ച് അക്കാഡമിക് സൈഡിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് സ്ട്രക്ചറിനെ പറ്റി കുറച്ചൊരു ഒരു എന്താ പറയുന്നത്, അത് കുറച്ചുകൂടെ എനിക്ക് ഈസി ആയിട്ട് വരും. ഒരു സ്റ്റോറി ആലോചിക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും എന്നുള്ളത് പലപ്പോഴും ഈസി എന്ന് ഞാൻ പറയില്ല, ഓഫ് കോഴ്സ് അത് കുറേ നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നതാണ്. അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഉള്ളിലേക്ക് വരും. പക്ഷേ ചില കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യാറുണ്ട്, ഡയലോഗ്സിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷേ ഈ ചലഞ്ചൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു റൈറ്റിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ മറികടക്കേണ്ട കാര്യങ്ങളാണ്. ചിലരുടെ ഫീഡ്ബാക്ക് വരും, റൈറ്റേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വരും, അങ്ങനെയൊക്കെ നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നത് ഓപ്പണാണ് ചേഞ്ചസ് വരുത്താൻ. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണെന്നില്ല പറഞ്ഞാൽ ഞാനത് പോയിട്ട് ഇല്ല എൻ്റെ ഇതിങ്ങനെയാണെന്ന് പറയാതെ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവരെങ്ങനെ പറഞ്ഞു എന്ന് ആലോചിച്ചിട്ട് ഞാൻ റീവർക്ക് ചെയ്യും. ഈ 2018 സ്ക്രിപ്റ്റിന് ബെസ്റ്റ് സ്ക്രിപ്റ്റിൻ്റെ അവാർഡ് കിട്ടുന്നത്. പിന്നെ സിനിമ ഇറങ്ങുന്നത് 2024. ഈ ഒരു ടൈം ഗ്യാപ്പിൽ എങ്ങനെയായിരുന്നു ആ വർക്കിങ്ങും സ്ക്രിപ്റ്റിലെ റീറൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആ എഫേർട്ട് എടുത്തത് എങ്ങനെയാണ്? 2018 ലാബിൽ ഈ സിനിസാൻ ജയിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. പ്രൊഡ്യൂസേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ട് മുന്നോട്ട് വന്നു. പിന്നെ കാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോസസ്സൊക്കെ തുടങ്ങി. പക്ഷേ അത് മൗണ്ട് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു, ബിക്കോസ് ഫീമെയിൽ ഹെഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സഡൻ കാര്യം ബഡ്ജറ്റ് ഇതിന് ആവശ്യമുണ്ട്. വെള്ളപ്പൊക്കവും മഴയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ബഡ്ജറ്റ് ഇതിന് ആവശ്യമുണ്ട്, നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ആ പ്രോസസ്സ് ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്തെങ്കിലും ബെറ്റർ ആക്കാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ അതൊന്നും വിടരുതെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും അത് റീവർക്ക് ചെയ്തുകൊണ്ട് ഇരുന്നു ത്രൂ ഔട്ട് ഈ പ്രോസസ്സിൽ. പിന്നെ കോവിഡൊക്കെ വന്നപ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എഴുത്തിലേക്ക് പോകാൻ. നമുക്ക് എന്ന് ഷൂട്ടിംഗ് തുടങ്ങും, അല്ലെങ്കിൽ എന്ന് ഇത് ഓപ്പൺ അപ്പ് ആവുമെന്നൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ വരുമ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഫോക്കസ് ചെയ്യാനും ഇതിൽ തന്നെ റീവർക്ക് ചെയ്യാനും ഒക്കെ. പക്ഷേ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന ഈ സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഒരു വരിയെങ്കിലും മാറ്റിയാൽ അത് ബെറ്റർ ആവുമെങ്കിൽ അതും ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സിനിമ നോക്കുമ്പോൾ തന്നെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ടാണ്, ഒരു ലിമിറ്റഡ് സ്പേസിൽ പക്ഷെ അത്രയും ഹ്യൂജായിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് വരുന്നൊരു സിനിമ. ഈ വെള്ളപ്പൊക്കം എന്നുള്ളൊരു സംഭവം ഷൂട്ട് ചെയ്യുന്ന മറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ബ്രേക്ക് ഉണ്ടായിരിക്കും, സ്വാഭാവികമായിട്ട് പോലെ ബ്രേക്ക് ഉണ്ടായിരിക്കും. സോ ആ ഒരു ഷൂട്ടിംഗ് ഗ്യാപ്പും അപ്പോൾ ആ സമയത്ത് ആക്ടേഴ്സിനെ കറക്റ്റ് ഇണക്കി കൊണ്ടുവരുന്നതൊക്കെ ചലഞ്ചിങ് ആയിരുന്നോ? വെള്ളപ്പൊക്ക സമയത്ത് ഷൂട്ട് ചെയ്യാൻ പാടായിരുന്നു. വെള്ളപ്പൊക്ക സമയത്തല്ല, ഈ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പാടായിരുന്നു. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ആക്ടേഴ്സിന്. ഒരുപാട് നേരം വെള്ളത്തിൽ നിന്നുകൊണ്ടൊക്കെ ബുദ്ധിമുട്ട് ഒരു ചേച്ചിക്ക് ഇപ്പോഴും ഉണ്ട്, അതും ഇപ്പോഴും മാറിയിട്ടില്ല. കുറേ നേരം വെള്ളത്തിൽ നിൽക്കുമ്പം, അതും തുടർച്ചയായ കുറേ ദിവസങ്ങളിൽ വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. പിന്നെ ഈ മെയിൻ പോർഷൻ നമ്മൾ 49 ഡേയ്സിൻ്റെ ഒറ്റ ഷെഡ്യൂളിലാണ് ചെയ്തത്. ഈ ഫുൾ വെള്ളത്തിൽ നിന്നിട്ട് വീണ്ടും രാവിലെ തൊട്ട് അതിനകത്ത് നിന്നിട്ട് നമ്മൾ ആ നനഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ഒക്കെ. അപ്പം അത് ആർക്കും അത്ര സുഖമായിട്ടുള്ള കാര്യമായിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ബോയ്സ് ഒക്കെ ത്രൂ ഔട്ട് വെള്ളത്തിൽ നിന്നിട്ട് അവരുടെ കാലിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ നമ്മൾ ഒരു ലൈറ്റ് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കണമെങ്കിൽ തന്നെ നമ്മൾ സാധാരണ ഒരു സ്ഥലത്തൂടെ നടക്കുന്നതിൻ്റെ ഒരു 80 times സ്ലോയും ബുദ്ധിമുട്ടുമായിരിക്കും നമുക്ക് ആ കാര്യം തന്നെ ചെയ്യാൻ. വെള്ളത്തിൽ ചെയ്യാനെല്ലാം അത്രയും ടൈം എടുക്കുമല്ലോ. അങ്ങനെ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് എല്ലാവരും ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ട്രെയിലറിൽ തന്നെ കണ്ടാൽ വള്ളത്തിൻ്റെ ഷോട്ട് ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡൊക്കെ ഉള്ളെങ്കിൽ പോലും ആ വള്ളം അവിടെ എത്തിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് ഈ വള്ളം പൊക്കി എല്ലാവരും കൂടി പിടിച്ചിട്ടാണ് അപ്പുറത്ത് കൊണ്ട് എത്തിക്കുന്നത്. അതിനപ്പം നമ്മുടെ DOP ഷൈനാഥ് തൊട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ ചേട്ടൻ വരെ എല്ലാവരും കൂടെ ആ ചെളിയിലേക്ക് ഇറങ്ങിയിട്ടൊക്കെയാണ് വെള്ളം അപ്പം എത്തിക്കുന്നത്.
അങ്ങനെ നോക്കുമ്പം പിന്നെ തിങ്സ് സൗണ്ടാണ് ചെയ്തത്. അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ ആക്ടേഴ്സ് നടക്കുമ്പോഴും അവരുടെ കയ്യിൽ മൈക്കും ട്രാൻസ്മിറ്ററും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും വെള്ളത്തിൽ പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു പ്രോജക്റ്റിൽ. ഇപ്പോൾ ഈ ഊർവശി ചേച്ചിനെ കൊണ്ട് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് ചോദിക്കുകയാണ്, ശരിക്കും ഈ ഊർവശി ചേച്ചി നോ പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഒന്ന് വിചാരിക്കുക, വേറൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? ഞാൻ ആ സിനിമ എഴുതി തുടങ്ങിയപ്പം ഞാനങ്ങനെ ഒരു കാസ്റ്റിനെ പറ്റി ആലോചിച്ചിട്ടല്ല നമ്മൾ ആദ്യം എഴുതി തുടങ്ങുന്നത്. അന്ന് ആ സിനിമ ആദ്യത്തെ സിനിമ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളൂ. അന്ന് ഇത്രയും വലിയ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നൊന്നും അന്ന് ആലോചിക്കുന്നുമില്ല. പക്ഷെ ചേച്ചി ഇതിലേക്ക് വന്നതിന് ശേഷം അത് ചേച്ചീനെ അല്ലാതെ ആലോചിക്കുന്ന പ്രോസസ്സ് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അങ്ങനെ വരുവാണെങ്കിൽ, അങ്ങനെ ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അയ്യോ ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം വരുമ്പോൾ തന്നെ പേടിയാവുമായിരുന്നു. അപ്പം സിനിമ കണ്ടാലും നമുക്കറിയാം അതൊരു ഇറപ്ലേസബിൾ ആണ് ആ ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും ഇത്രയും ഡെപ്തിലും ഇത്രയും ഇമ്പാക്റ്റോടുകൂടി ആ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫൈനലി ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമുക്കത് ചോദിച്ചാൽ നമുക്ക് സിനിമ ചെയ്യണമല്ലോ. അപ്പം ഒരുപക്ഷെ അതിനുവേണ്ടി ചിലപ്പം ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പം സിനിമ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇവർ ചേച്ചി മാത്രമല്ല, ഇപ്പം പാർവതി ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു ഡ്രീം കാസ്റ്റ് ആണ് ഈ ഫിലിമിൽ. നമുക്ക് അതിനെക്കാട്ടി നന്നായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ഒരു കാര്യം ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, എപ്പോഴും ഒരു സ്കോപ്പ് ഉണ്ടല്ലോ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരെ രണ്ടുപേരും കാസ്റ്റ് ചെയ്യേണ്ട തരത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇതിനെക്കാട്ടി നന്നായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ ചുരുക്കം ചില സിറ്റുവേഷനിലാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയും ഗ്രേറ്റ്ഫുള്ളും ആണ് അവർ രണ്ടുപേരും ഇത് ചെയ്തതെന്നുള്ളത്. പിന്നെ അവർ തമ്മിലുള്ള ലൊക്കേഷനും ഭയങ്കര നന്നായിരുന്നു. അവർ രണ്ടുപേരും ഒരു ഫിലിമിൽ ഇങ്ങനെ ഒരുമിച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇത്രയും നാളും ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാൾ ഉണ്ടായിരുന്ന രണ്ടാൾക്കാരാണ്. അപ്പോൾ അവരെ ആദ്യമായിട്ട് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റി. അവരെ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കൊടുക്കാൻ പറ്റി എന്നൊക്കെ ഉള്ളത് നല്ല സന്തോഷം തരുന്ന കാര്യം. ഇപ്പോൾ ഷൂട്ടിൻ്റെ ടൈമിലൊക്കെ ഇവർ രണ്ടുപേരോടും അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അവസ്ഥ ഇല്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവർ എത്രയും ഫിനോമിനലായ രണ്ട് ആക്ടേഴ്സ് രണ്ട് സൈഡിലും ഉണ്ട്. സോ ഒരു ഡയറക്ടറുടെ പണി ആ സമയത്ത് കുറഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ടോ ഷൂട്ടിൻ്റെ ടൈമിൽ? തീർച്ചയായിട്ടും. സംബഡി സെഡ് കാസ്റ്റിംഗ് ഇസ് 90% ഓഫ് ഡയറക്ഷൻ, ബട്ട് ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റേറ്റ്മെന്റ്. എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്താണ് കാസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു ഡയറക്ടറിൻ്റെ റോളിൽ. ബിക്കോസ് നമ്മൾ മോശമായിട്ട് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും. അപ്പോൾ ആ കാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കറിയാം ഇവർ രണ്ടുപേരും എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ആക്ടേഴ്സാണ്. പാർവതി ആണെങ്കിൽ ഓരോ സീൻ ചെയ്യാൻ വരുമ്പോഴും ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. എല്ലാ ഡയലോഗ്സും അറിയാം. ഒരു വൈഡ് ഷോട്ടിലും ക്ലോസ് ഷോട്ടിലും ഒക്കെ കറക്റ്റ് മൂവ്മെൻറ്റ്സ് എല്ലാം അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എഡിറ്റിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. കുറേ കട്ട് പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. പിന്നെ പലപ്പോഴും പാർവതി ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന കാരണം നമുക്ക് ചിലപ്പം പാർവതി നോക്കേണ്ടി പോലും ആവശ്യം വരില്ല. കാരണം നമുക്കറിയാം ഷീ വിൽ ഡെലിവർ സംതിങ് ഗുഡ് എന്നുള്ളത്. പിന്നെ അതിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്യൂക്ക് ചെയ്യുക മാത്രമാണ് ആസ് എ ഡയറക്ടർ നമ്മുടെ ജോലി. ഇനീഷ്യൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഓഫ് കോഴ്സ് ഒരു കുറച്ചുകൂടെ ഡിസ്കഷൻസും കാര്യങ്ങളും ഉണ്ടാവും. ഈ ക്യാരക്ടർ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമോ, അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമോ, ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡിസ്കഷൻസൊക്കെ ഞാനും പാർവതിയും തമ്മിലുണ്ടായിട്ടുണ്ട്. കാരണം പാർവതിക്കും ഭയങ്കരമായിട്ട് പുതിയതായിട്ടുള്ളൊരു അന്തരീക്ഷവും ഒരു ക്യാരക്ടേഴ്സും ഒക്കെ ആയിരുന്നു ഇത്. പാർവതിയിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ കുറേ ഡിസ്കഷൻസും കാര്യങ്ങളും നടക്കുമായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങി ഒരു 4-5 ഡേയ്സ് അല്ലെങ്കിൽ 4-5 ഡേയ്സ് ഒക്കെ കഴിയുമ്പം പിന്നെ അതിലേക്ക് അങ്ങ് അവരതിലേക്ക് അങ്ങ് ഒഴുകി അങ്ങ് ചേരുവാണ്. ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ ചേച്ചി കുറച്ചുകൂടെ വേറെ തരത്തിൽ സ്പോണ്ടേനിയസ് ആണ്. അപ്പം ചേച്ചി പറയും ചേച്ചിക്ക് പോലും അറിയില്ല ഒരു സീനിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഈ സീനിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡയലോഗ്സ് ഡിസ്കസ് ചെയ്യും, ഇതിങ്ങനെ ചെയ്തെന്നായിരിക്കും അങ്ങനെ ചെയ്തെന്നായിരിക്കും. ചേച്ചി നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും ഈ മോഡുലേഷൻ ചെയ്തതെന്നായിരിക്കും, അല്ലെങ്കിൽ ഇതിന് കുറച്ചുകൂടെ നമുക്ക് സ്ട്രെസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടാണ് നമ്മളൊരു ടേക്കിന് പോകുന്നത്. മിക്കവാറും 80 to 90% അല്ലെങ്കിൽ 90% ഓഫ് ദ ടൈം അത് സ്പോട്ട് ഓൺ ആയിരിക്കും. വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ നമുക്കിങ്ങനെ ട്യൂക്ക് ചെയ്താൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറയേണ്ട ഒരു ആവശ്യം വരത്തുള്ളൂ. അപ്പം ആസ് എ ഡയറക്ടർ എൻ്റെ ജോലി അവരെ ഇൻസ്പയർ ചെയ്ത്
ആ റൈറ്റ് എമൗണ്ടിൽ ഇൻസ്പയർ ചെയ്ത് റൈറ്റ് ഡയറക്ഷൻ ഇൻസ്പയർ ചെയ്ത് അവിടെ കൊണ്ട് എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ മാജിക്കാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ സിനിമ ആദ്യം നമ്മൾ അറിയുമ്പോഴും ഈ ക്രിസ്റ്റോ ടോമിയുടെ ഇപ്പുറത്ത് സുഷിൻ ശ്യാം എന്നുള്ളൊരു ബ്രാൻഡ് അവിടെയുണ്ട്. ശരിക്കും പടത്തിൽ നമ്മൾ നോക്കുമ്പോൾ മ്യൂസിക്കുകളൊന്നുമില്ല, BGM ആണ് ഭൂരിഭാഗവും. ആ സിനിമയുടെ ഒരു മൂഡിനനുസരിച്ച് പോകുന്ന ഏറ്റവും രസമുള്ള രീതിയിലുള്ള ഒരു BGM. സുഷിൻ ശ്യാം എങ്ങനെയാണ് ഉള്ളൊഴുക്കിലേക്ക് വരുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സുഷിൻ സിനിമ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ JD-യുമായിട്ട്, എൻ്റെ സൗണ്ട് ഡിസൈനർ ജയദേവനുമായിട്ട് സിനിമയുടെ കാര്യം സംസാരിക്കും. JD ആണ് ആദ്യമായിട്ട് സുഷിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അന്ന് സുഷിൻ കുമ്പളങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. അതിനുശേഷം ഞാൻ സുഷിനെ പോയി കണ്ടു, കഥ പറഞ്ഞു. അപ്പം സുഷിന് അത് ഇഷ്ടമായി. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഫസ്റ്റ് കട്ടുമായിട്ട് സുഷിൻ്റെ അടുത്ത് പോകുന്നത്. അന്ന് സുഷിൻ വീണ്ടും കണ്ടു, ഞങ്ങൾ കോൺടാക്റ്റിലുണ്ട് ഓഫ് കോഴ്സ്. കണ്ടതിന് ശേഷം സുഷിൻ അത് കംപ്ലീറ്റ്ലി ഇന്നായി. പിന്നെ സുഷിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം സുഷിൻ കൃത്യമായിട്ട് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ഇമോഷൻ വർക്കാവുന്നില്ല എന്നുള്ളത്. അങ്ങനെ നല്ല ഭയങ്കര സെൻസുള്ള ആളാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മ്യൂസിക്കിനെ പറ്റി മാത്രമല്ല, ഒരു ഫിലിമിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാര്യത്തിൽ എഡിറ്റിങ്ങിലൊക്കെ സുഷിന് ഭയങ്കര താല്പര്യമാണ്. അപ്പം അതിനെ പറ്റിയൊക്കെ സുഷിൻ സജഷൻസ് പറയും. അപ്പം വളരെ നല്ലതാണ് സുഷിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചില സീൻസിൽ സുഷിൻ ഇത് വർക്കാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ക്രിസ്റ്റോ ടോമിയുടെ ഒരു കരിയറും ഫിലിമോഗ്രാഫിയൊക്കെ നോക്കുകയാണെങ്കിൽ കന്യകയുണ്ട്, കാമുകിയുണ്ട്, പിന്നെ ഉള്ളൊഴുക്ക് വരുന്നു. ഇത് മൂന്നിലും ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തീമാണ് എല്ലാത്തിലും കൈകാര്യം ചെയ്തിട്ടുള്ളത്. സോ ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു ഡയറക്ടറാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ഇതുവരെയുള്ളൊരു ട്രാക്ക്? അത് ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചെന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ മനഃപൂർവ്വം അങ്ങനെ വേണം എന്ന് ആലോചിച്ചിട്ട് ചെയ്തതല്ല. കാമുകി വന്ന സമയത്താണ്, കാമുകി നാഷണൽ അവാർഡ് കിട്ടുന്ന സമയത്താണ് മീഡിയയും പബ്ലിക്കും ഒക്കെ ഇത് ആദ്യമായിട്ട് ചോദിച്ചു തുടങ്ങിയത്. ഇപ്പം ഈ പറഞ്ഞ പോലെ കരയൻ സൈനകത്തും ഒരു വുമനാണ് സെൻട്രലിൽ നിൽക്കുന്നത്. ഇതിലും 2 ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ് എൻ്റെ സെൻട്രലിൽ നിൽക്കുന്നത്. ഇതിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ എനിക്കില്ല. ചേച്ചിയാണ് എനിക്ക് തോന്നുന്നു, ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ അതിനൊരു വളരെ നല്ലൊരു ഉത്തരം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് അതായിരിക്കും ചിലപ്പം ഞാൻ പറയുന്നതിനെക്കാട്ടി ശരിയായിട്ട് തോന്നുക. എന്നെ സംബന്ധിച്ചോളം ആ കരയൻ സൈനയുടെ എന്നിലേക്ക് വന്നൊരു പ്രോജക്റ്റാണ്. പിന്നെ ഞാനത് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. കുറേയൊക്കെ എനിക്ക് തോന്നി ഈ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പം പുതിയ വന്നൊരു പ്രോജക്റ്റും ഡിസ്കഷൻ നടക്കുന്ന ഒരു പ്രോജക്റ്റിനകത്തും ഒരു ഫീമെയിൽ ലീഡാണ്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊരു കൃത്യമായിട്ടൊരു ഉത്തരവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ അങ്ങ് സംഭവിച്ചു പോവുകയാണല്ലോ. നമ്മളിപ്പോൾ തുടക്കത്തിലേ ക്രിസ്റ്റോ ടോമി പറയുന്നുണ്ട് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ എന്ന്. നമ്മൾ ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയൊരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ പോലും മലയാള സിനിമയിൽ സ്ത്രീകൾ എവിടെയെന്ന് ചോദിക്കുന്ന ഒരുപാട് അങ്ങനെ ചോദ്യചിഹ്നങ്ങളുണ്ട്. സോ ആ ഒരു ടൈമിലാണ് ക്രിസ്റ്റോ ടോമിയുടെ ഈ ഉള്ളൊഴുക്കൊക്കെ റിലീസ് ചെയ്യുന്നത്. അത്രയും ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള, അത് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയെല്ലാം ചെയ്യുന്നു. ശരിക്കും ക്രിസ്റ്റോ ടോമിയുടെ ഒരു പൊളിറ്റിക്സ് എന്താണ് ഈ ഒരു കാര്യത്തിൽ? മലയാള സിനിമയിൽ സ്ത്രീകളുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അല്ലെ കഥ എഴുതുമ്പോഴത്തേക്കും ആ ക്യാരക്ടേഴ്സ് ഏറ്റവും നന്നായിട്ട് എഴുതാനാണ് ശ്രമിക്കാറ്. ഏറ്റവും ഡെപ്തിലും ആഴത്തിലും ആ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാനും ആ കഥ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പറയാനുമാണ് ശ്രമിക്കാറ്. പിന്നെ ഞാൻ ഈ ഉള്ളവർക്ക് എഴുതി തുടങ്ങിയ സമയത്തും ഞാനും കുറച്ച് ഐഡിയലിസ്റ്റിക് ആയിരുന്നു. എനിക്കറിയില്ല ഇൻഡസ്ട്രി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷെ അത് പിച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാൻ, ബിക്കോസ് ഫീമെയിൽ ലെഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ പല പ്രോജക്റ്റിലും ചിലപ്പം ഫീമെയിൽ ലീഡ്സിനൊപ്പം മെയിൽ ലീഡ്സും ഉണ്ടാവും. അപ്പോൾ അത് മൗണ്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിനകത്ത് 2 ഫീമെയിൽ ലീഡ്സ് തന്നെയാണ് ത്രൂ ഔട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഇല്ല അടുത്ത കാലത്ത് അങ്ങനെ വന്ന് ഇത്രയും നല്ലൊരു ഓപ്പണിങ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഓപ്പണിങ്ങുമാണ് നമുക്ക് ഈ 2-3 ദിവസത്തിൽ കിട്ടിയത്. അങ്ങനെ നോക്കുമ്പം ഈ ഫീമെയിൽ ലെഡ് പ്രോജക്ട്സിന് അത് കുറച്ചുകൂടെ റിസ്കിയർ ആയിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഈ മലയാളത്തിൽ മാത്രമല്ല, പൊതുവെ ഇൻഡസ്ട്രികളിൽ അങ്ങനൊരു തോട്ടുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഒരു ഇനീഷ്യൽ ടേൺ ഔട്ട് തിയേറ്ററിലേക്ക് ഉള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ, പക്ഷെ തെറ്റായിരിക്കാം.
ഞാൻ കേട്ടിട്ടുള്ളത് നോർമലി മെയിൽ ലെഡ് പ്രോജക്റ്റ്, മെയിൽ സ്റ്റാർസ് ഉള്ള പ്രോജക്റ്റ് കുറച്ചുകൂടെ ഇനീഷ്യൽ ഉണ്ടാവും. ഇനീഷ്യൽ എന്താ പറയുന്നത്, തിയേറ്ററിൽ കുറച്ചുകൂടെ ഇനീഷ്യൽസ് കിട്ടും, കുറച്ചുകൂടെ വലിയ ഓപ്പണിങ് കിട്ടും, അവരുടെ ഒരു ഗ്രോത്ത് കുറച്ചുകൂടെ സ്പീഡിലായിരിക്കും. പക്ഷെ ഫീമെയിൽ ലെഡ് പ്രോജക്ട്സ് കുറച്ചുകൂടെ ടൈം എടുക്കും അത് ബിൽഡ് ചെയ്ത് അതിനൊരു നല്ല കളക്ഷൻ കിട്ടാനും ഒക്കെ. പിന്നെ അത് കുറച്ചുകൂടെ റിസ്കിയർ ആണ് ഫോർ പ്രൊഡ്യൂസേഴ്സ്. ഇതുകൊണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ലെഡ് പ്രോജക്റ്റ് മൗണ്ട് ചെയ്യാനും ഒക്കെ പാടായിരുന്നു. എഴുതിയ സമയത്ത് നമ്മൾ അങ്ങനെ ആലോചിക്കുന്നത് നമ്മൾ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് എഴുതും, അത് സംഭവിക്കും എന്നുള്ളൊരു ഐഡിയലിസ്റ്റിക് ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയെ പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു ഫിലിം മേക്കിംഗ് ഒരു ബിസിനസ് കൂടിയാണെന്ന് നമുക്ക് അറിയാം. അപ്പം ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മലയാളത്തിലെ കാര്യം മാത്രമല്ല പറഞ്ഞു കേട്ടോ, എല്ലാ ഇൻഡസ്ട്രിയിലും ഇത് ഡിഫറെൻറ്റ് രീതിയിൽ ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഒരു കാര്യം സംഭവിക്കുന്നത്. അത് മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഫിലിമിനകത്ത് സ്ത്രീയാണോ അല്ലെങ്കിൽ മെയിൽ ലീഡാണോ ഫീമെയിൽ ലീഡാണോ എന്ന് ബേസ് ചെയ്തായിരിക്കരുത് ആ സിനിമയുടെ ബഡ്ജറ്റ് നിശ്ചയിക്കപ്പെടുന്നതോ ആ സിനിമയുടെ അതിൻ്റെ എത്ര സ്പീഡിലാണ് അതിൻ്റെ ഫണ്ടിങ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം. ഭാവിയിൽ അത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് അങ്ങനത്തെ പ്രോജക്ട്സ് വന്നിട്ട് വളരെയധികം സക്സസ്ഫുള്ളായി നടന്നൊരു സ്ഥലമാണ് ഇതോടെ. 90s ഒക്കെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ലീഡ്സ്, ഈവൻ മെയിൽ ലീഡ്സ് ഉള്ള സിനിമയിലാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. അതല്ല ഫീമെയിൽ ലീഡായിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്പർ എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻ മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉള്ളൊഴുക്കിന് അങ്ങനെ ഇനീഷ്യലി എന്തെങ്കിലും ഒരു തടസ്സവും മറ്റും ഉണ്ടായിരുന്നോ? അതെ, ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊഴുക്കും ഒരു ഫീമെയിൽ ലെഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് അത് മൗണ്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഈ പറഞ്ഞല്ലോ, ഇപ്പം 8 വർഷം എടുത്തു ഫസ്റ്റ് റൈറ്റിംഗ് തൊട്ട് സ്ക്രിപ്റ്റ് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ നമ്മൾ എടുക്കുന്ന ടൈമിൽ ഈ ഒരു ഫീമെയിൽ ലീഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് അതിനെടുത്തൊരു സമയം അതും ഒരു ഫാക്ടറാണ് ഇത്രയും സമയം എടുക്കാൻ ഈ പ്രോജക്റ്റ്. ഈ പറഞ്ഞ റീസൺസ് കൊണ്ടൊക്കെ തന്നെ ഒരു മെയിൽ ലീഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരുപക്ഷെ ഫാസ്റ്റായിട്ട് ഫൈനാൻസ് കിട്ടും. ഓഫ് കോഴ്സ് ഒരു സീരിയസ് സബ്ജക്റ്റ് ആയത്, ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫാമിലി ഡ്രാമ ആയതും ഒരു ഫാക്ടർ ആയിരിക്കാം മൗണ്ട് ചെയ്യാൻ ടൈം എടുത്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ആയതുകൊണ്ടും ഒരു റീസണാണ്. വിഷ്വലി ഒരുപാട് റിച്ചായൊരു സിനിമ കൂടിയാണ് ഉള്ളൊഴുക്ക്. സോ അതിന് വെള്ളപ്പൊക്കമാവട്ടെ, ഒരുപാട് ഫ്രെയിമുകളും മറ്റു കാര്യങ്ങളൊക്കെ പല രീതിയിൽ നമുക്ക് വിഷ്വലി നമുക്ക് എൻട്രി ചെയ്യേണ്ടി വരും. സോ സിനിമാറ്റോഗ്രാഫി മറ്റൊക്കെ എങ്ങനെയായിരുന്നു? ചലഞ്ചിങ് ആയിരുന്നോ സിനിമയിൽ? തീർച്ചയായിട്ടും അത് വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളപ്പൊക്ക സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്. പിന്നെ ചില ഷോട്ട്സൊക്കെ നമുക്ക് ഈ ആറിൻ്റെ നടുക്കുന്ന് എടുക്കണം. അപ്പോൾ അതെങ്ങനെ എടുക്കും? പിന്നെ നമ്മൾ വള്ളത്തിലൊക്കെ പോകുന്ന ഷോട്ട്സ് ക്യാമറ മൗണ്ട് ചെയ്യാനും അത് ഷൂട്ട് ചെയ്യാനും ഒക്കെ പാടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് പ്രോജക്റ്റിൽ. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്യിക്കുന്നത് ഷഹനാദാണ്. ഷഹനാദ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സത്യത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചതാണ്. പക്ഷേ പഠിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഷഹനാദ് പാസ് ഔട്ട് ആയി ഇൻഡസ്ട്രിയിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം ഞാൻ ഷഹനാദിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ പ്രോജക്റ്റിന് വേണ്ടിയാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. കഥ വായിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഷഹനാദിനെ കഥ ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഒരു DOPക്ക് അപ്പുറം ഷഹനാദ് ഈ ജേർണിയിൽ പാട്ടായിരുന്നു. ബിക്കോസ് ഇൻ ദ ബിഗിനിങ് ഒരു പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്തും കാസ്റ്റൊന്നും ഇല്ലാത്ത സമയത്തും ഞങ്ങൾ ഈ പ്രോജക്റ്റിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രശ്നങ്ങൾ വരുമ്പോഴും ഒക്കെ ഞാൻ ഷഹനാദോടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈവൻ പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ റെക്കിക്ക് പോയിട്ടുണ്ട് ആ സ്ഥലം മനസ്സിലാക്കാനും. കാരണം ഷഹനാദ് എനിക്കൊന്ന് കുട്ടനാട് അധികം കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഒരു DOP ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറം ഷഹനാദ് ഈ പ്രോജക്റ്റിൽ ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രോജക്റ്റിൽ ഒരുപക്ഷെ എൻ്റെ കൂടെ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രാവൽ ചെയ്തൊരാളും ഷഹനാദ് ആയിരിക്കും. പിന്നെ ഞാൻ ഷഹനാദിനോട് ഓഫ് കോഴ്സ് കറിയാൻ സൈനയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഈസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഷഹനാദിൻ്റെ സെൻസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. എങ്ങനെയാണ് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ. സിനിമാറ്റോഗ്രഫി ഈ രീതിയിൽ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അല്ല കഥയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ ഷഹനാദോട് ഡിസ്കസ് ചെയ്യും. സീൻസ് ആണെങ്കിലും ഇത് വർക്ക് ആവുന്നുണ്ടോ, ഇങ്ങനെ ചെയ്തെന്നായിരിക്കുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷഹനാദുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം എന്താ പറയുന്നത്, വളരെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആളാണ് ഷഹനാദ്. ഫിലിമോഗ്രാഫിയിലേക്ക് ഒന്നുകൂടി വരികയാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിംസും അതെ സിനിമകളും അതെ എല്ലാം ഒരേ ഒരു മൂഡിൽ പോകുന്നവയാണ്.
പതിഞ്ഞ താളത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുത്തുകൊണ്ട് ഇമോഷൻസിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഡോക്യു സ്റ്റൈലിൽ തന്നെ പോകുന്ന സിനിമകളാണ്, ഷോർട്ട് ഫിലിംസാണ് ക്രിസ്റ്റോ ടോമിയുടെ എല്ലാം. ആ ഒരു മൂഡ് പർപ്പസ്ഫുള്ളി സെറ്റ് ചെയ്യുന്നതാണോ റൈറ്റിങ്ങിലും മേക്കിങ്ങിലും ഒക്കെ? ഇല്ല, എനിക്ക് തോന്നുന്നത് ഞാനൊരു പ്രത്യേക മൂഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. ഓരോ കഥയ്ക്കും ആവശ്യമായിട്ടുള്ളൊരു ഒരു 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 റിതമും ഒരു പേസും ഒക്കെ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കാറ്. പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലത്തെ സിനിമ വീണ്ടും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മുള്ളൊഴുക്ക് കഴിഞ്ഞു, അടുത്ത സിനിമകൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന സിനിമകൾ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉള്ളൊഴുക്കിനെ പറ്റി എല്ലാം പോസിറ്റീവ് അഭിപ്രായങ്ങൾ വരുന്നു, പക്ഷേ ഒരു സെലക്റ്റീവ് ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത് അത് മെയിൽസിനെ, നമ്മളിപ്പോൾ ഫീമെയിൽ ലീഡ് ഓറിയൻറ്റഡ് സിനിമകളെ പറ്റി പറഞ്ഞു, ഈ ഉള്ളൊഴുക്കിൽ മെയിൽസ് പുരുഷന്മാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള ഒരു ക്രിറ്റിസിസം വരുന്നുണ്ട്. സോ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അങ്ങനെ ഇല്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ വായിച്ച റിവ്യൂസിലൊന്നും കണ്ടില്ല. ഞാൻ എഴുതിയ സമയത്തും എല്ലാ ക്യാരക്ടേഴ്സും ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്ന എഫേർട്ടിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും ഒരു മൂമെൻ്റ് ഓഫ് ട്രൂത്ത് ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഈ കഥയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ തരത്തിലുള്ളൊരു ഒരു കാര്യം ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സിലും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് നമ്പറിൻ്റെ കാര്യത്തിൽ കുറവായിരിക്കാം, പക്ഷെ അലൻ ചേട്ടൻ്റെ ക്യാരക്ടറും ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ നമ്മൾ സിനിമ തിയേറ്ററിലുള്ളത് കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എല്ലാ ക്യാരക്ടേഴ്സും ഈക്വലായിട്ടുള്ള നന്നായിട്ട് എഴുതാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഈ കഥയിലൊരു സ്റ്റേക്ക് ഉണ്ട്, എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ട്. അപ്പോൾ ആ ചോയ്സ് ഇല്ലെങ്കിലാണ് പലപ്പോഴും നമ്മൾ പറയുക ഈ ക്യാരക്ടറിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. പക്ഷേ ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും എണ്ണം കുറവായിരിക്കാം, പക്ഷേ ഉള്ള ക്യാരക്ടേഴ്സിനൊക്കെ ആ ഒരു കാര്യങ്ങൾ ആർ അറ്റ് സ്റ്റേക്ക്. ദേ ആർ മേക്കിംഗ് എ ചോയ്സ്, ദേ ആർ ഗിവൺ ദ പവർ ടു മേക്ക് എ ഡിസിഷൻ. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഫിലിമോഗ്രാഫിയിൽ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും വളരെ ഡീപ്പ് റൂട്ടഡ് ആയ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് ഫിലിംസിലും അതെ, സിനിമയിലും അതെ. അത്തരം ക്യാരക്ടേഴ്സിനോട് ക്രിസ്റ്റോ ടോമി വൈകാരികമായിട്ട് കണക്ട് ചെയ്യാറുണ്ടോ എഴുത്തിലൂടെയും മറ്റു കാര്യങ്ങളൊക്കെ? അതെ, നമ്മൾ ഇമോഷണലായിട്ട് അതിനെ മനസ്സിലാക്കിയാലാണല്ലോ നമുക്കത് എഴുതാൻ പറ്റുകയുണ്ടാവുക. അത് ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കില്ല, ഈ പ്രോസസ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ ഈ കഥകളൊക്കെ സാധാരണ മനുഷ്യർ എക്സ്ട്രോർഡിനറി സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ പറയുന്ന കഥയാണ്. ലൈക്ക് സാധാരണ മനുഷ്യർ അസാധാരണമായ സിറ്റുവേഷനിൽ പെട്ടുപോവുകയാണ് ഈ എൻ്റെ ഫിലിംസ് എല്ലാം നോക്കിയാലും. അല്ലാതെ ഒരു അസാധാരണ മനുഷ്യരുടെ കഥ എന്ന് പറയാനില്ല ഈ ഫിക്ഷൻ പ്രോജക്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ പറയുമ്പം ഓഫ് കോഴ്സ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പറയാനായിരിക്കും ശ്രമിക്കുക. പിന്നെ ഏറ്റവും ഇമോഷണലായിട്ടും ഏറ്റവും ഇമ്പാക്റ്റ് വരുന്ന രീതിയിലും പറയാൻ ശ്രമിക്കുക. അപ്പം ചെയ്യുന്ന സമയത്ത് നമ്മളെ അത് ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം. എല്ലാ ദിവസവും നമ്മളിത് എഴുതുമ്പം അത് ഇമോഷണലി നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അത് ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. പക്ഷെ നമുക്ക് ഇവരെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇവരെ പിടികിട്ടണം എന്നുണ്ടെങ്കിൽ, ഇവരെ എഴുതണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു, പ്രത്യേകിച്ച് ഉർവശിയുടെ ക്യാരക്ടറൊക്കെ എഴുതുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇത് വേണ്ട, കുറച്ചുകൂടി ഉർവശിയുടെ ക്യാരക്ടർ ഒന്ന് അപ്പാവട്ടെ എന്ന തരത്തിലുള്ള സ്ട്രഗിൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എഴുത്തിൽ? അതെ, ഉർവശിയുടെ ക്യാരക്ടർ മാത്രമല്ല, അഞ്ജുവിൻ്റെ ക്യാരക്ടർ എഴുതാനാണെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കുറേ സമയം എഴുത്തിൻ്റെ പ്രോസസ്സിൽ ഇങ്ങനെ പിടികിട്ടാതിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇന്നൊരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. ഒരു സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് നമുക്കറിയാം, പക്ഷെ അത് കിട്ടാൻ വേണ്ടി അവരെങ്ങനെയായിരിക്കും, എന്ത് ടാക്ടിക്സ് ആയിരിക്കും ഉപയോഗിക്കുക, അതാണ് ആ സീനിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ടാക്ടിക്സ് എന്തായിരിക്കാം എന്നൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വെള്ളപ്പൊക്ക സമയത്ത് നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ അത് കൊണ്ടുവരുന്ന കുറേ ചലഞ്ചസ്, ലിമിറ്റേഷൻസ്. നമ്മൾ ഇന്ന ഒരു സിറ്റുവേഷൻ നിന്നിട്ട് വേണം ഈ കഥ പറയാൻ. നമുക്ക് എന്ത് സീനും എഴുതാൻ പറ്റില്ല. ഒരു ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ കാലയളവിൽ നടക്കുന്നൊരു കഥയാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നൊരു കഥയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി
ഫ്രീഡം കിട്ടും സീൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ. പക്ഷെ ഇത് ഒരു പ്രത്യേക സ്ഥലത്തും പ്രത്യേക സിറ്റുവേഷനിൽ നടക്കുന്നതായത് കൊണ്ട് അതിന് കൊണ്ടുവരുന്ന ഇംപ്ലിക്കേഷൻസ് കുറേ ഉണ്ട്. പിന്നെ ഇവർ ഗ്രീഫിൽ നിന്നിട്ടാണ് ഈ കഥ മൊത്തം സംഭവിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇവർ എഴുതാൻ. അങ്ങനെയൊക്കെ ഉള്ള ചലഞ്ചസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മോടൊപ്പം ഇത്ര നേരം സംസാരിച്ച വളരെ സന്തോഷം. അഗെയിൻ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഫിലിംസ് ഓൾസോ. താങ്ക് യു സോ മച്ച്.